ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗങ്ങളിലൂടെ നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ സാധാരണ തപസ്സുകാലത്തിലെ ഉപവാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ് ഇന്നിൻ്റെ സുവിശേഷ ഭാഗം. 3 പരമപ്രധാനമായ കാര്യങ്ങൾ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, പരസ്യ പ്രസ്താവന നടത്താതിരിക്കാൻ. അതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സ്വരം എത്തി നമ്മുടെ യാചനകൾ കേൾക്കുന്ന പിതാവിനോട് ഒത്തുചേർന്ന് പോകുന്നതിന് വേണ്ടി മറ്റുള്ളവർ കാണുക പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് ഈശോ പറയുന്നത് ഉപവാസം. അത് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം വലിച്ചെറിയുന്നതിലല്ല, ഉപവസിക്കുക. സൃഷ്ടാവായ ദൈവത്തോട് കൂടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ ഹിതമറിഞ്ഞ് പ്രവർത്തന നിരതരാകുവാൻ വേണ്ടി ശ്രദ്ധാലുവായി മറ്റു കാര്യങ്ങൾ, മറ്റ് ഭൗതിക കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ പരിവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അത് സ്വായത്തമാക്കാൻ പരിശുദ്ധാരൂപി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.